Chaco, where are you? Chaco, where are you? ഫോൺ താഴെ വീഴും, മാറ്റിക്ക്. നിക്ക് ബൈ പറയല്ലോ. മമ്മീനെ മിസ് ചെയ്യണ്ടാ? ചാക്കോ എങ്ങനെ പറയും? ഈശോയെ എങ്ങനെ വിളിക്ക? ഈശോയെ. ആ തരാം, അവരോട് ബൈ പറ. ബൈ ഗൈസ് പറ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് കരുതുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. മുടി ഇങ്ങനെ നടക്കുന്നത് നോക്കണ്ട, ഞാൻ മനപ്പുറം ഇങ്ങനെ തിരിച്ച് വെച്ച് അതിങ്ങനെ ആക്കി വെച്ചേക്കുകയാണ്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ കേൾസ് പണികൾ ആയിട്ടില്ല. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ 6th വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. നിങ്ങൾ ഒരുപാട് പേര് വിഷ് ചെയ്തു, ഇപ്പോഴും വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പുറത്തുള്ളവരൊക്കെ വീഡിയോസ് കണ്ടുവരുന്നേ ഉള്ളതെന്ന് തോന്നുന്നു. അപ്പം ഒരുപാട് പേര് വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷ് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദി. നമ്മളുടെ ആ ഒരു കുഞ്ഞു ലോകത്തിൽ നിന്ന് മാറി വേറെ കുറേ പേര്, നമ്മളെ നേരിട്ട് പോലും കാണാത്ത ആൾക്കാർ, നമ്മളുടെ ചിലരൊക്കെ ഡേറ്റ് ഓർമ്മ വെച്ച് കറക്റ്റ് 12 മണിക്കൊക്കെ എന്നെ വിഷ് ചെയ്തവരുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്ന, ലൈഫിൽ കിട്ടുന്ന ഒരു തരം ബ്ലെസ്സിങ്സ് ആണ്. സോ ഞാൻ ഫീലിംഗ് സോ ബ്ലെസ്ഡ്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇന്നലെ ഞങ്ങൾക്ക് വിചാരിക്കാണ്ടൊരു ഗിഫ്റ്റ് കിട്ടുകയൊക്കെ ചെയ്തു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇത്രയും കഴിഞ്ഞു പോയി 5 വർഷങ്ങളും എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുമായിരുന്നു. ഒരാഴ്ച മുമ്പേ അവിടെ പോകണം, നമ്മൾ ഫുഡ് കഴിക്കാൻ ഇവിടെ പോവാം എന്നൊക്കെ നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അങ്ങനെയൊക്കെ ഞങ്ങൾ വെക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്ത്, ഈവൻ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന കാര്യം പോലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചില്ല. ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പോയി കഴിച്ചോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരുമായിട്ട് ഒന്നിച്ച് പോയിട്ടാണെന്ന് തോന്നുന്നു. സിംഗിളായിട്ട് പോകാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണിപ്പോൾ. എനിക്കും ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സങ്കടം തോമൂനാണ് കേട്ടോ. തോമുന് നമ്മളെവിടെയെങ്കിലും പോകാമെന്ന് കേട്ടാൽ ഭയങ്കര സന്തോഷമാണ്. അവന് ട്രിപ്പ് പോകാമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഇപ്പോൾ പാച്ചു ഇപ്പോൾ 2 പ്രാവശ്യമായിട്ടില്ല. ഇന്നലെ വീട്ടിൽ നിന്ന് ചാടിത്തുള്ളി കാവടിത്തുള്ളിയൊക്കെ ഇറങ്ങി. പക്ഷേ നമ്മൾ മണ്ണൂത്തിയിലെത്തി ബസ് മൂപ്പരുടെ മുഖം മാറി തുടങ്ങി, അതായത് ഞാൻ ഇങ്ങനെ ഒന്ന് തൊട്ടാ വിങ്ങി പൊട്ടും എന്നുള്ള രീതി. ഞാൻ പറഞ്ഞു എന്താ നിൻ്റെ പ്രശ്നം? എനിക്ക് പാച്ചുവിനെ കാണണം എന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങി കേട്ടോ. എനിക്ക് അത് കണ്ടപ്പം സന്തോഷവും തോന്നി, അതേസമയത്ത് ഭയങ്കര സങ്കടവും തോന്നിയിട്ടാ. കാരണം അവരിത്രയും അറ്റാച്ച്ഡ് ആണ്. സത്യം പറഞ്ഞാൽ അവരത് നമ്മളെ സംബന്ധിച്ചത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഒരു വീട്ടിൽ വളരുന്ന കുട്ടികളാണ് അവർ തല്ലും പിടിയൊക്കെ ഉണ്ടാക്കൂട്ടോ, അത് വേറെ കാര്യം. പക്ഷെ അവർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പാച്ചുവിനും തോമുനും തമ്മിൽ കാണാണ്ടിരിക്കാൻ പറ്റില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. എവിടെ പോയി എന്തൊരു നല്ലൊരു സ്ഥലത്ത് കൊണ്ടിട്ടാലും അവർക്ക് അവരുടെ 2 പേരുടെ തുണയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സൈഡ് കുറേ പേര് പറയും നല്ലതാണ്, പക്ഷെ കുറേ പേര് പറയും അത് പൊട്ടയാണ്. ഇനി എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പം മാറിപ്പോയി അല്ലെങ്കിൽ ഇതെന്തെങ്കിലും വന്നാൽ അവരെന്ത് ചെയ്യും അങ്ങനെയൊക്കെ പറയുമ്പോൾ സങ്കടം വരും കേട്ടോ. കാരണം നമ്മളെ വാഗമണ്ണ് പോകുമ്പോഴും ഡിമ്പിളും പാച്ചും ഇല്ല എന്ന് പറഞ്ഞ വഴിക്ക് തോമുൻ്റെ സകലമാന മൂടും പോയി. അതേസമയത്ത് ഇന്നലെ അവർ വരുന്നില്ല. വീട്ടിൽ നിന്നൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടപ്പോൾ ചാടിത്തുള്ളി ഇറങ്ങിയിട്ടാ, ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇറങ്ങി. പിന്നെ പോവാറാകുമ്പോൾ തൊട്ട് മൂപ്പറുടെ മൂഡ് പോയി. പിന്നെ ബസ് സ്റ്റോപ്പ് എത്തിയപ്പം സെറ്റായി. ഡാഡിയും കൂടെ പോയപ്പോഴത്തേക്കിനും ആള് സെറ്റായി. അങ്ങനെയൊക്കെ ഇരിക്കണു. ഭയങ്കര ഒരു സൈഡിൽ നിന്ന് സന്തോഷമാണ് കേട്ടോ. പിന്നെന്താണ്, അങ്ങനെ ഒരു 6 വർഷം ഞങ്ങൾ ഒന്നിച്ച് എന്താ പറയുക 2 മക്കളൊക്കെ ആയിട്ട് ജീവിതം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് വർഷങ്ങൾ ഒന്നിച്ച് സന്തോഷമായിട്ട് മക്കളൊക്കെ ആയിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വേണം. നിങ്ങളില്ലാണ്ട് ഒന്നും തന്നെ നടക്കില്ല. നമ്മളെ കൂടുതലും മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെയാണ്. അതുവരെ പലർക്കും നമ്മളെ ഇഷ്ടമില്ല, നമ്മളെ തെറ്റായ കണ്ണുകളിൽ കാണുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യൂട്യൂബ് നമ്മളെ ഒരുപാട് രീതിയിൽ, ഒരു 95% നല്ല രീതിയിൽ നമ്മളെ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കുന്നവരാകുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ. ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര സന്തോഷമായി. Q&Aക്കൊക്കെ നിങ്ങൾ തന്ന റെസ്പോൺസിനും ഭയങ്കര എന്താ പറയുക, നമ്മളങ്ങനെ
ഇനി ആ ഒരു Q&A വരുമ്പം ഇനി അടുത്തത് എന്താവും എന്നുള്ളത് പോസ്റ്റ് ചെയ്തതിന് ശേഷം തോന്നി കേട്ടോ. കാരണം നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയൊക്കെയാ വരുന്നതെന്ന്. പക്ഷെ വളരെ നല്ല രീതിയിൽ വന്നു. രണ്ടോ പേരെ ചൊറിയാൻ വന്നുള്ളൂ. പിന്നെ ഞാനതൊക്കെ വിട്ടു. അങ്ങനെ പിന്നെ കുറേ പേര് ഞാൻ ലാസ്റ്റ് ഡേ നമ്മുടെ പാച്ചുവിൻ്റെ അല്ല ഡിംപിളിൻ്റെയും കെസ്റ്ററിൻ്റെ ഒരു വീഡിയോ ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ടിരുന്നു. അതിന് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ 24 മണിക്കൂർ ആവുന്നതിന് മുമ്പ് 1 മില്യൺ അടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കതൊരു 1.7 മില്യൺ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഡിംപിളിൻ്റെ ആ ഒരു കേസ് വന്നപ്പോഴാണ് നമുക്ക് പ്രീ ടേം അല്ലെങ്കിൽ പ്രിമച്വർ എക്സ്ട്രീം പ്രീ ടേം ബേബീസ് അല്ലെങ്കിൽ ഒരാളെ നഷ്ടപ്പെടുക, NICU, വെന്റിലേറ്റർ, അതൊക്കെ നമുക്ക് പരിചയമായത്. നമ്മളോർത്ത് നമുക്കാണോ ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ബട്ട് ആ ഒരു കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ മനസ്സിലായി നമ്മൾ എത്ര മാത്രം ബ്ലെസ്ഡാന്നുള്ളത്. കാരണം ദൈവം നമുക്ക് ഒരാളെ നമ്മുടെ കയ്യിൽ തന്നു, ഒരാളെങ്കിലും നമ്മുടെ കയ്യിൽ തന്നു, അതും ആരോഗ്യവാനായിട്ടുള്ളൊരു കുട്ടീനെ നമ്മുടെ കയ്യിൽ തന്നു. അതിനുവേണ്ടി കുറേ സ്ട്രഗിൾ ചെയ്തെങ്കിലും നമ്മൾ ഹാപ്പിയാണ് അല്ലേ. കമൻറ്റ് ബോക്സ് കാണുമ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഒരു വീഡിയോ കുറേ പേരെന്നോട് പ്രോംപ്റ്റ് ഇതെങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിച്ചെങ്കിലും ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്തതാണ്, നമ്മൾ ജെമിനി വഴി എഡിറ്റ് ചെയ്തതാണ്. ബാക്കി ക്യാപ്ഷൻസൊക്കെ അത് വെച്ച് ഡിംപിളിൻ്റെ ഒരു ഇതാണല്ലോ. അപ്പോൾ ഡിംപിളിൻ്റെ ഇത് വെച്ചിട്ട് എനിക്ക് ടൈപ്പ് ചെയ്യുമ്പോഴൊന്നും എനിക്കങ്ങനെ തോന്നിയില്ല. ബട്ട് അതൊരു വീഡിയോ ആയിട്ട് വന്നപ്പം എനിക്കും അത് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടായി തുടങ്ങി. അയ്യോ, അവനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ചോദിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ അവൻ നേരിട്ടിരുന്ന് സംസാരിക്കണ ഒരു ഒരു ഫീലിംഗ് എനിക്ക് വന്നു കേട്ടോ. ഡോൺചേട്ടൻ പറഞ്ഞ് ഞാൻ 3 പ്രാവശ്യം കൊണ്ട് അത് വായിച്ച് തീർത്തത്, കാരണം പെട്ടെന്ന് ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഡിംപിൾ ശരിക്കും അന്ന് ആ ഒരു ദിവസം മൊത്തം ബ്ലാങ്ക്ഡ് ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് അങ്ങനെ ഒരു കാരണം ഈ ഒരു ട്രെൻഡ് വന്നു തുടങ്ങിയപ്പോൾ ഞാനൊരു അച്ഛൻ്റെയും മോളുടെയും കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ യാദൃശികമായിട്ട് ഞാനും ഡിംപിൾ സംസാരിച്ചപ്പോൾ ഡിംപിൾ പറഞ്ഞു എനിക്ക് കെസ്റ്ററിനുമായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള വീഡിയോ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. മൂപ്പരുണ്ടാക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ, അന്ന് കേട്ടപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലിങ്ങനെ ഇത് ഓടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്ന് എന്തോ ഒരു റീല് കണ്ടു, കുറേ വർഷങ്ങൾ ഗ്യാപ്പ് കഴിഞ്ഞ് കുട്ടികളെ കിട്ടുന്നവരുടെ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് തോന്നി എനിക്ക് ഇത് കെസ്റ്ററിനും ഡിംപിളിനും വേണ്ടി ചെയ്ത് കൊടുക്കണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ചെയ്തത്. ഞാൻ പറഞ്ഞില്ല, ടൈപ്പ് ചെയ്തപ്പോൾ പോലും എനിക്ക് അത്രയും വിഷമം വന്നില്ല. ബട്ട് അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. നമ്മുടെ മകനല്ല, പക്ഷേ ഡിംപിളത് എത്രത്തോളം ഹാൻഡിൽ ചെയ്തു, അല്ലെങ്കിൽ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. കാരണം ഇത് നമ്മൾ അടുത്തറിയാത്തവർ അല്ലെങ്കിൽ നമ്മൾ കൂടെ നിന്നവർക്ക് പോലും ഇത്രയും ഹേർട്ടായെങ്കിൽ ആസ് എ മദർ ഡിംപിളിന് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ നമുക്കറിയാം പെയിനിലാണെന്നറിയാം. ബട്ട് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു അവനിരുന്നിങ്ങനെ ചോദിച്ചപ്പോൾ നമ്മളിങ്ങനെ ഒരാൾ കോൺവെർസേഷൻ പോലെയാണല്ലോ ഫീൽ ചെയ്യുക. അപ്പോൾ അത് ഭയങ്കര ഒരു ഫീലിങ്സ് ആയിപ്പോയി. എനിവേ ഭയങ്കര ഒരു സന്തോഷം, എനിക്കത് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെന്താണ്, പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ബാംഗ്ലൂരിലാണ്. അപ്പം അപ്പയും മോനും കൂടെ വണ്ടി പിക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കാണ്. ഞാനും ചാക്കോ ഇവിടെ ഉണ്ട്. ചാക്കോനി പറഞ്ഞ പോലെ മിനിഞ്ഞാന്നോടൊരു ചെറിയ പനി കിട്ടിയിട്ടുണ്ട്. വലിയ കാര്യമായിട്ടില്ല. ബട്ട് ഞാൻ മെഡിസിൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ എനിക്കൊന്ന് ട്രാവൽ ചെയ്ത് വന്നതന്നെ തോമനായിരുന്നു ബസ്സിൽ ട്രാവൽ ചെയ്യണം. ഡിംപിൾ ബാംഗ്ലൂർ പോയി കണ്ട് അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു ബസ്സിൽ. പിന്നെ അന്ന് ഞാൻ ചെന്നൈക്ക് പോകുമ്പോഴും അവനത് ഭയങ്കര സങ്കടമായിരുന്നു. ഓക്കെ, വെയിറ്റ് ചെയ്യണേ, ഐ വിൽ ഗിവ് യു. ഓക്കെ ഓക്കെ ബേബി. ചാക്കോ അപ്പ പോയതിൻ്റെ വിഷമത്തിലാണ് അല്ലേ ചാക്കോ? എവിടെയപ്പാ? തോമുനെ കുത്തി വെക്കാൻ പോയതാണ്. ഓക്കെ, ചാക്കോന് വർത്താനം പറയണോ? ഹായ് ഗൈസ് പറയണോ? ഞാൻ തന്നെ എന്നെ അമ്മേനെ കണ്ട മനസ്സിലാവണില്ല നിനക്ക്? ഹായ് ഗൈസ് പറയൂ. ഹായ് ഗൈസ്. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. ഇനി ഞാനും ചാക്കുച്ചനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു വിശക്കുണ്ടെങ്കിൽ താഴെ നമ്മുടെ ഈ ലോഡ്ജിൻ്റെ താഴെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവർക്ക്, അപ്പം അവിടെ പോയി എന്തെങ്കിലും കഴിച്ചോ എന്ന് പറഞ്ഞു. എന്നിട്ട് എവിടെയെങ്കിലും
പോണമെന്നാണ് പ്ലാൻ, അറിയില്ല. നമ്മൾ പ്ലാൻഡ് അല്ല, പ്രീ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ വലിയ വലിയ പ്ലാനുകളൊന്നുമില്ല. അപ്പം മമ്മി പറഞ്ഞു ഉറക്കക്ഷീണുണ്ടെങ്കിൽ ഉറങ്ങി തീർത്തിട്ട് തന്നെ വരിക, യാത്ര തീർക്കണം. കാരണം ഇവർ സാധാരണ വരുമ്പോൾ ഒരാൾ എക്സ്ട്രാ വണ്ടി ഓടിക്കണ ഒരാളുണ്ടാവും. അപ്പം എന്തെങ്കിലും വേണമെങ്കിൽ മാറി ഓടിക്കും. പക്ഷേ ഡോൺ ചേട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഡോൺ ചേട്ടൻ തന്നെയാണ് ലോങ് ഡ്രൈവ് ചെയ്യുക. ആൾ സ്വിച്ച് ചെയ്ത് കൊടുക്കാറില്ല. പിന്നെ ബോംബെയിൽ നിന്ന് മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ വരുമ്പോഴാണ് സ്വിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരിക. ചാക്കോന് ദേഷ്യം വരുന്നുണ്ട് അല്ലേ ചാക്കോ? ദേ ചാക്കോനെ കാണുന്നു വീഡിയോയില്. ചാക്കോ ചാക്കോ ഹായ് പറ. ഹായ് ഗായ്സ് ഉറക്കെ പറ. സുഖാണോ? സന്തോഷായോ? ബസ്സിൽ വന്നു പറയൂ. ഇഷ്ടായോ? സൂപ്പറാ. എന്താ ചാക്കോന് കൂടുതൽ ഇഷ്ടായേ? ബസ്സിൽ വന്നതാണോ, ട്രിപ്പ് വന്നതാണോ, അപ്പയുടെ കൂടെ വന്നതാണോ ഇഷ്ടായേ? ഏതാ ഇഷ്ടായേ? അമ്മേനെ ഇഷ്ടാണോ? ഒത്തിരി ഇഷ്ടമുണ്ടോ? ചാക്കോ മമ്മിയുടെ പേരെന്താ ചാക്കോ? മമ്മിയുടെ പുതിയ പേര് എന്താ പറയാ, മമ്മിയുടെ 59ാമത്തെ വയസ്സിൽ മമ്മിക്ക് ഒരു ചെല്ലപ്പേര് കിട്ടിയതാണ്. എന്താണ്? മിക്കി മൗസ്. നിങ്ങളുടെ മമ്മി അല്ലെങ്കിൽ ഡെൻസി ടോണിയുടെ പേര് മാറ്റിയിരിക്കുകയാണ്. എന്താണ് പേര്? മിക്കി മൗസ്. ആദ്യം ഡോളി മമ്മി എന്നൊക്കെ വിളിച്ചു, പിന്നെ കുട്ടിക്ക് തോന്നി ഓ ഇനി അത്രയൊന്നും വേണ്ട, മിക്കി മൗസ് എന്ന് പറയാണ് വിളിക്കണേ. എന്താ? മിക്കി മൗസ്. അപ്പൊ മിക്കി മൗസ് ബായ് സ്റ്റെപ്പിലൊക്കെ കയറുമ്പോൾ നിങ്ങൾ മമ്മിയുടെ വീഡിയോയിൽ കാണാറുണ്ടായിരിക്കും. ബൈ പറഞ്ഞു പോകുമ്പോൾ മിക്കി മൗസ് ബായ് മിക്കി മൗസ് എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് പാട്ട് ചാക്കോ? റെയിൻബോയുടെ പാട്ട് എന്നിട്ട് ഇപ്പൊ പാടിയേ? എവിടെ പോവാ? ചാക്കോന്റെ പേരെന്താ? മമ്മി എവിടെ ചാക്കോ? വീട്ടിലാ? ഡാഡിയോ? ഡാഡിനെ ഇഷ്ടാണോ? ഡാഡി ബസ്സിലാണ് ഗൈസ്. ചാക്കോന് ഡാഡിനെയാണോ മമ്മീനെയാണോ ഇഷ്ടം? ബായ് പറ അവരോട്. ഇവിടെ നോക്കിയിട്ട് ടാറ്റ കാണിക്കോ? കൈയും കൊണ്ട് ഇങ്ങനെ കാണിക്കോ? ഫ്ലൈങ് ഇഷ്യൂ കൊടുക്കോ? പോയിട്ട് വരാന്ന് പറ. ഞാൻ ട്രിപ്പിന് പോവാന്ന് പറ. എവിടെയാ ഉള്ള ചാക്കോ? ബാംഗ്ലൂർ. ബായ് പറ എല്ലാവരോടും. മലയാളിയോ? എന്താന്ന്? ആ ഓക്കെ. എൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ പേടിക്കരുത്. ഞാനൊന്നും മുഖത്ത് ചെയ്തിട്ടില്ല, ആകെ ലിപ് ബാം ഇട്ടിട്ടുള്ളൂ. എന്നെ കണ്ടിട്ട് എനിക്ക് പേക്കോലം തോന്നി. സ്കിന്നൊക്കെ ആകെ ഇതുണ്ടോ, കുരുക്കളാണ് മൊത്തം. എനിക്ക് തോന്നുന്നു സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കുറേ നാളായി. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് വൈറ്റ് ഹെഡ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ സ്ട്രിപ്പ് യൂസ് ചെയ്ത് അവിടെ പ്ലെയിൻ ആയപ്പോൾ അവിടെ ഒരു കുഴിയായി. അവ ചോദിക്കട്ടെ, വാ പറയാം. വാ. ദേഷ്യം എന്നാണ്ടല്ലോ ചാക്കോ ഉണ്ടല്ലോ, ചാക്കോ കുറുമ്പനാണ്. ഓക്കെ, എന്റെ ക്ലിപ്പ് അമ്മയ്ക്ക് ഉമ്മ തന്ന ഇവിടെ ഇവിടെ ഇവിടെ. ചാക്കോ അവര് ചോദിക്കുക ചാക്കോ എവിടെയാന്ന്. ചാക്കോ എവിടെയാ? കൗണ്ട് ചെയ്യാൻ പറ അവരോട്. ചാക്കോ എണ്ണ്. ചാക്കോ എണ്ണ്. 1 2 3 4 5 6. What is this? പാട്ട് പാടുവോ? ഇതെന്താ? What is this? Phone. ചാക്കോ
ചാക്കോന് അപ്പേനെയാണോ അമ്മേനെയാണോ ഇഷ്ടം? അമ്മനെ പോവനെ. അമ്മേനെ പോവന. അപ്പ കേക്കണ്ട, നിന്റെ അടുത്ത് എറിയും. മമ്മീനെയാണോ ഡാഡിനെയാണോ ഇഷ്ടം? അമ്മനെ അപ്പനെ പോവനെ. ഡാഡിനെയാണോ മമ്മീനെയാണോ ഇഷ്ടം? അമ്മനെ പോവനെ അമ്മനെ. ഇപ്പൊ ചാക്കോ ന്യൂട്രല് പറയാൻ പഠിച്ചോട്ടാ. മറ്റേത് അപ്പയുടെ പേര് മാത്രമേ പറയണ്ടായിരുന്നുള്ളൂ അല്ലേ? ചാക്കോ മമ്മിയുടെ പേരെന്താ? മിണ്ട്, സംസാരിക്കൂ. ചാക്കോ സംസാരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. സുഖാണോ എന്ന് ചോദിച്ചേ. സുഖാണോ? അയ്യോ, ഫോൺ താഴെ വീഴും. അയ്യോ, ചാക്കോ, where are you? ചാക്കോ, where are you? ഫോൺ താഴെ വീഴും, മാറ്റിക്ക്. നിക്ക്, ബൈ പറയല്ലോ. മമ്മീനെ മിസ്സിണ്ടാ? ചാക്കോ എങ്ങനെ പറയും? ഈശോയെ എങ്ങനെ വിളിക്ക? ഈശോയെ. ആ തരാം, അവരോട് ബൈ പറ. ബൈ ഗൈസ് പറ. സിയു പറയൂ. സിയു എവരിബഡി എന്ന് പറയൂ. പാല് വേണമെങ്കിൽ സിയു എവരിബഡി പറ. ഒരു ഐ ലവ് യു പറയൂ എല്ലാരോടും. ഫ്ലൈങ് കിസ് കൊടുക്കൂ. ഉമ്മ കൊടുക്കും എല്ലാവർക്കും. ചാക്കോ പോയിട്ട് വരാന്ന് പറ. ഒരു സ്തുതി കൊടുത്ത എല്ലാവർക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതി കൊടുക്ക. അങ്ങനെ കാണിക്കല്ലോ. ഈശോ പെടങ്ങും. കൈ കൂപ്പിയിട്ട് പറഞ്ഞേ. അങ്ങനെ പറയല്ലോ, ശരിക്കും പറയൂ. പോട കള്ള. അപ്പൊ ഞങ്ങള് പോവാണ് കേട്ടോ. ചാക്കോയ്ക്ക് ദേഷ്യം വന്നു തുടങ്ങി. ആ പോവാന്ന് പറയൂ. ബായ് പറയൂ. ഇവിടെ വന്നു പറ. ഫോണിന്റെ ഫ്രണ്ടിൽ പറയൂ. പറ ബൈ. ചാക്കോന്റെ തലയിൽ കുത്തി കാണിക്കാറുണ്ട്. അമ്മയുടെ തലയിൽ കുത്തട്ടെ. കൊള്ളാവോ? ഇഷ്ടായോ? ഡൺ ആവണ്ട. അപ്പൊ ബൈ എല്ലാവർക്കും. ബൈ ആണ് ടേക്ക്. ഷോ ഇത് പിന്നെ ഭ്രാന്തി. ബൈ ട്ടാ.